തിരുവനന്തപുരത്തെ UDF സ്ഥാനാർത്ഥി വൈഷ്ണ സുരേഷിന്റെ വോട്ട് വെട്ടിയതിൽ കടുത്ത നിലപാടുമായി ഇന്ന് ഹൈക്കോടതി രംഗത്തെത്തുകയാണ്. വൈഷ്ണ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചു. പ്രചാരണമൊക്കെ തുടങ്ങിക്കഴിഞ്ഞതിന് ശേഷമാണ് ഇങ്ങനെയൊരു സാങ്കേതിക പ്രശ്നവും പുറത്തുവരുന്നത്. സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച ശേഷം വോട്ട് നീക്കം ചെയ്തത് അനീതി എന്നാണ് കോടതിയുടെ നിരീക്ഷണം. 19-ാം തീയതിക്കകം വൈഷ്ണയുടെ അപ്പീലിൽ തീരുമാനമെടുക്കണം. അല്ലാത്തപക്ഷം കോടതിയുടെ സവിശേഷ അധികാരം ഉപയോഗിച്ചുകൊണ്ട് തീരുമാനമെടുക്കുമെന്നും ഹൈക്കോടതി വ്യക്തമാക്കി. കോടതിയിൽ അനുകൂല വിധി പ്രതീക്ഷിക്കുന്നു എന്നാണ് വൈഷ്ണ സുരേഷ് ഇന്ന് മാധ്യമങ്ങളോട് പറഞ്ഞത്. വൈഷ്ണ സുരേഷിന്റെ വോട്ടുവെട്ടൽ വിവാദം പരിഗണിച്ച ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് വന്ന ആദ്യ പ്രതികരണം ഇൻജസ്റ്റിസ് എന്നായിരുന്നു. അനീതി നടന്നിരിക്കുന്നു. അതിലേക്ക് കോടതിയെ നയിച്ചത് സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച ശേഷം വോട്ടർ പട്ടികയിലുണ്ടായിരുന്ന വൈഷ്ണ സുരേഷിന്റെ പേര് നീക്കം ചെയ്തതാണ്. ഇതൊരിക്കലും നീതീകരിക്കാൻ കഴിയില്ല എന്ന നിലപാടാണ് ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണൻ എടുത്തത്. വെറും രാഷ്ട്രീയം കളിക്കരുതെന്ന് കോടതി ശക്തമായ ഭാഷയിൽ മുന്നറിയിപ്പ് നൽകി. തിരുവനന്തപുരം കോർപ്പറേഷൻ ഈ കേസിൽ അഭിപ്രായങ്ങളുമായി രംഗത്ത് വന്നപ്പോൾ നിങ്ങൾക്കെന്താണ് ഇതിൽ താല്പര്യമെന്ന് ചോദിച്ചുകൊണ്ട് കോടതി കോർപ്പറേഷനെയും വിമർശിച്ചു. ഇതിൽ 19-നകം അപ്പീലിൽ തീരുമാനമെടുത്ത് അറിയിക്കാനാണ് ഇപ്പോൾ ഹൈക്കോടതി തെരഞ്ഞെടുപ്പ് കമ്മീഷനും തിരുവനന്തപുരം ജില്ലാ കളക്ടർക്കും നിർദ്ദേശം നൽകിയിരിക്കുന്നത്. വൈഷ്ണ സുരേഷിന്റെ അപ്പീൽ ജില്ലാ കളക്ടറുടെ പരിഗണനയിലാണുള്ളത്. നാളെ തന്നെ അപ്പീൽ പരിഗണിച്ച് വോട്ടർ പട്ടികയിൽ ചേർക്കുന്ന കാര്യത്തിൽ തീരുമാനമെടുക്കണം എന്നതാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. ഈ വെറും 24 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ മത്സരത്തിൽ നിന്ന് ഒഴിവാക്കുന്നത് നീതീകരിക്കാൻ കഴിയില്ല എന്നുകൂടി ഉത്തരവിന്റെ ഭാഗമായി ഹൈക്കോടതി ചേർത്തിട്ടുണ്ട്. അതായത് കൃത്യമായ സന്ദേശമാണ്. അവർ അവിടുത്തെ സ്ഥിരതാമസക്കാരിയാണ്. മറ്റെല്ലാ രേഖകളും അവർക്കുണ്ട്. അതുകൊണ്ട് അവർക്ക് വോട്ടവകാശം നിഷേധിക്കാൻ പാടില്ല എന്നാണ് ഹൈക്കോടതി പറയാതെ പറഞ്ഞിരിക്കുന്നത്. നിലവിൽ ഇങ്ങനൊരു സാഹചര്യത്തിൽ നിൽക്കുമ്പോൾ നമുക്ക് പൂർണ്ണമായ വിശ്വാസമുണ്ട്. അതായത് നമ്മുടെ നിയമങ്ങളിലും കോടതിയിലും എല്ലാം, ബഹുമാനപ്പെട്ട കോടതിയിലും നിയമങ്ങളിലും എല്ലാം നമുക്ക് പൂർണ്ണമായ വിശ്വാസമുണ്ട്. അപ്പോൾ അതുകൊണ്ട് കൂടുതലായി ഒന്നും തന്നെ പറയാനില്ല. നമുക്ക് അനുയോജ്യമായ ഒരു വിധി തന്നെ വരും എന്നുള്ളത് തന്നെയാണ് നമ്മുടെ പ്രതീക്ഷ. 19-ാം തീയതി നടക്കാൻ പോകുന്നത് ഹൈക്കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ വൈഷ്ണ സുരേഷിന്റെ അപ്പീൽ പരിഗണിച്ച് അവരെ വോട്ടർ പട്ടികയിൽ ചേർക്കുക എന്നത് തന്നെയായിരിക്കും. ആ തീരുമാനമായിരിക്കും 20-ാം തീയതി ഹൈക്കോടതിയെ അറിയിക്കാനും പോകുന്നത്. കൊച്ചിയിൽ നിന്ന് ബിനിൽ, മാതൃഭൂമി ന്യൂസ്.